വീണുകിടന്ന അമ്മണി സുപ്രൻ പിടിച്ചു കുറിച്ച് തന്റെ മാറോടണച്ചു ഇങ്ങനെ പാടി. മാറോടണച്ചു ഞാൻ മാറോടണച്ചു ഞാൻ മാറോടണച്ചു ഞാൻ ഇത് പറയുമ്പോ എനിക്ക് വേറൊരു തമാശ കൂടി ഓർമ്മ വരുന്നു. ഞാനും എന്റെ സംഘവും കൂടി കഴിഞ്ഞ ദിവസം അംബാസഡർ കാറിന് കഥാപുസ്തകം എഴുതി വരികയാണ്. അംബാസഡർ കാറിനോട്ട് സൈക്കിൾ പോലും സ്വന്തമില്ലാത്ത ആശാനാണ് പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ല തുടക്കത്തിൽ തമാശയാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇന്നും ഒരു അംബാസഡർ കയറിയിട്ടില്ല. ഉറപ്പാണല്ലോ, സത്യമാണല്ലോ. ഇതാ പറഞ്ഞ ഇത് പാലക്കാട്, കോഴിക്കോട്, പെട്ടെന്നൊരു ശബ്ദം. അതാ അങ്ങ് മരുവിയുടെ അകലിൽ നിന്നും ആരോ ഒരു സൈക്കിളിൽ നിന്ന് മുന്നോട്ട് വരികയാണ്. ആരാണ് ബാബുവാണ്? അല്ല, ആരുമല്ല. അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഒരു അറബിയാണ്. ഈ ഓടി വന്ന അറബിയുടെ പേരെന്താണെന്ന് അറിയുന്നത് മറ്റൊന്നുമല്ല, അൽക്കുത്ത് അജീഷ് പോൾ. അറബി വന്നപ്പോഴേ അമ്മയുടെ മുഖത്ത് നോക്കുന്നത് എനിക്ക് മനസ്സിലായി. മറ്റൊന്നുമല്ല, എന്റെ കയ്യിലുള്ള ഇതൊരു തുള്ളി, ഒരു അരിമണിത്തൂക്കമെടുത്ത് വെള്ളത്തിൽ ചാലിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്ന വയറുള്ള വയറുകടി, വയർക്കുന്ന വയറുവേദന, ഇതൊക്കെ മാത്രമല്ല വീട്ടിലുള്ള നാൽക്കാലിന് റബ്ബറിന്റെ ഇല തിന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാൽക്കാലിന് ജീവനോടെ ഓടി തട്ടും. ഇതിന് ചെറിയ ഗപ്പിയില്ല 5 രൂപ, വലിയ ഗപ്പിയില്ല 50 രൂപ. വലിയ ഗപ്പി വാങ്ങുന്നത് നിങ്ങൾക്ക് ക്ഷമിക്കണം. ഇന്ന് പാലക്കാട്, കോഴിക്കോട്, അങ്ങനെ അറബിയോട് താങ്ക്സും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുപ്രധാന രമണി മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്ന് പുറകിൽ നിന്നും ഘോരമായ ഒരു വിളി. കാര്യമല്ല, അമ്മയുടെ അമ്മാവൻ വിനുക്കുട്ടൻ. വിനുക്കുട്ടനെ കണ്ട രാത്രി സുപ്രധാന രമണിയും ഓടുകയാണ്. തൊട്ടുപുറത്ത് വിനുക്കുട്ടൻ, മുമ്പിൽ സുപ്രധാന രമണി, തൊട്ടുപുറത്ത് വിനുക്കുട്ടൻ, മുമ്പിൽ സുപ്രധാന രമണി. അങ്ങനെ അവർ ഓടി അവർ വഴിയറിയാതെ ഒഴിയുകയാണ്. വഴിയറിയാതെ അത് ചെയ്യുകയാണ്. അങ്ങനെയാണ് വീണ്ടും മുന്നോട്ട് ഓടി വഴി 4 കിലോമീറ്റർ മുക്കവലേക്ക് വന്നു. മുമ്പിലേക്ക് ഒരു വഴി, സൈഡിലേക്ക് വേറൊരു വഴി. ഏത് വഴിക്ക് പോകണമെന്ന് അറിയില്ല. എങ്ങനെ സംശയത്തിൽ നിൽക്കുന്നവർ എന്റെ വാങ്ങുക. സഞ്ചാര കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്, ആരുടെയൊക്കെ ഫോൺ നമ്പറുകൾ വേണം, ട്രെയിൻ സമയം, അങ്ങനെയുള്ളതെല്ലാം ഈ ബുക്കിലുണ്ട്. ഈ ബുക്ക് വാങ്ങുന്നവർക്ക് ഒരു പോക്കറ്റ് ഡയറി ഫ്രീ. ഈ ചെറിയ ബുക്കിന് ഇവിടെ 5 രൂപ, വലിയ ബുക്ക് 10 രൂപ. വലിയ ബുക്ക് വാങ്ങുന്നതിന് ഞങ്ങൾക്ക് തരാം. ഇന്ന് പാലക്കാട്, കോഴിക്കോട്, ഇത് പാലക്കാട്, കോഴിക്കോട്, അങ്ങനെ വെയിൽ കൊണ്ട് ഓടി ഓടി തളർന്ന് അമ്മണിയുടെ മുഖം കരിവാളിച്ചൊരു പ്രത്യേക വൃത്തികെട്ട രീതിയിലായി. ഇങ്ങനെ മുഖം കരിവാളിച്ച് വിഷമിച്ചിരിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. എന്റെ കയ്യിലുള്ള ഈ കുങ്കുമപ്പൊടി കൈ മാറി എടുത്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ചേർത്ത് ഇങ്ങനെ മുഖത്ത് തേച്ച് വരുകയെ കഴിഞ്ഞു. കുറച്ചു നേരം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം നല്ല സൗന്ദര്യമായി തീരും. അപ്പൊ ചിലർക്ക് മുഖത്തിന് മാത്രമായിരിക്കില്ല കാന്തി, ചിലവരുടെ മുടി പൊഴിഞ്ഞു. അങ്ങനെ തോന്നുന്നവർ മുടി പൊഴിച്ചിട്ടുണ്ടെന്ന് തോന്നിയ എന്റെ കയ്യിലിടുക ഈ പൊടി ഒരൽപ്പം എടുത്തിട്ട് അത് തലവഴി തിരുവച്ചിട്ടിരിക്കുക. അപ്പോൾ ഇതേപോലെ അപ്പോൾ മുഖസൗന്ദര്യം വർദ്ധിക്കും, മുടി പൊഴിച്ചിലും മാറിക്കിട്ടും. ചില ആളുകൾ കരിവാളിപ്പായിരിക്കും മുഖത്ത്, ചില ആളുകളുടെ മുടി പൊഴിയുന്നു. എന്നാൽ ചിലർക്ക് ഇതൊന്നുമല്ല. മുഖക്കുരു എന്ത് കൈകാര്യം മാറുന്ന മുഖക്കുരു. ഇങ്ങനെയുള്ള യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ ഈ പൊടി ഒരൽപ്പം എടുത്തിട്ട് കയ്യിലിട്ട് തിരിഞ്ഞതിന് ശേഷം മുഖത്ത് നല്ലവണ്ണം ശരിക്കും ഈ പൊടിക്ക് വില 3 രൂപയാണ്. ഈ പൊടിക്ക് 5 രൂപ, ഈ പൊടിക്ക് 10 രൂപ. ഏറ്റവും നല്ലത് ഈ
അങ്ങ് പാലക്കാട് കോഴിക്കോട് അല്ലെ എന്തിനാ വെടിവെച്ച് കൊന്നത്? എന്തിനാ വെടിവെച്ച് കൊന്നെന്നാ? എടാ നാളെ ഇവന്റെ കഥാപ്രസംഗം എന്റെ വീടിനടുത്തുള്ള അമ്പലത്തിൽ ഞാൻ ബുക്ക് ചെയ്തേക്കായിരുന്നു. ഇവനെ ഞാൻ ഇന്ന് വെടിവെച്ച് കൊന്നില്ലെങ്കിൽ നാളെ എന്റെ നാട്ടുകാർ വെടിവെച്ച് കൊല്ലും. നാളെ പാലക്കാട് പിന്നെ കോഴിക്കോട് അടിമാലിയല്ല മാറിയാലപ്പുഴ കൊല്ലം പാറിപ്പള്ളി. സഹോദരനെ, ഇതോടെ എനിക്ക് കഥ കഴിഞ്ഞു.